പിറക്കുവാൻ ഉണ്ണി നീ വായു. ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, 1 കൊറിന്തോസ് 2:9-10 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെയുള്ള ബുദ്ധി കൊണ്ടും വൈഭവം കൊണ്ടും പാണ്ഡിത്യത്തിന്റെ കണ്ണുകൊണ്ടും നോക്കിയാൽ ദൈവം എനിക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നത്, എനിക്ക് ഈ ജീവിതത്തിന് ശേഷം എന്തുണ്ട്, ഈ കഷ്ടപ്പാടിന് നഷ്ടങ്ങൾക്ക് ശേഷം എനിക്ക് എന്ത് ഗുണമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ അസസ് ചെയ്യാനോ സാധിക്കില്ല. ഷാർപ്പ് ഇന്റലിജൻസ് നിനക്കുണ്ട്, ലോകത്തിലെ വിവിധ വിഷയങ്ങൾ അറിയാം, ഷാർപ്പ് ഇന്റലിജന്റ് ആണ്. പക്ഷേ നിന്റെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന വിഭവശേഖരണം. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തുന്നു. സഹോദര, നിന്റെ പാണ്ഡിത്യത്തിന്റെ വസ്ത്രം അഴിച്ചു വെച്ച്, നിന്റെ കാഴ്ചയുടെ ഷാർപ്പ്നെസ് അഴിച്ചു വെച്ച്, നിന്റെ കേൾവിയുടെ വൈദഗ്ധ്യം അഴിച്ചു വെച്ചിട്ട് നീ ആത്മാവിന് ചെവി കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കാണും. അത് കണ്ടാൽ പിന്നെ അഭിമാനത്തോടെയും ശക്തിയോടും കൂടി നീങ്ങാൻ സാധിക്കും. ഇന്ന് മനപ്രയാസത്തിലും മനോവേദനയിലും ഇരിക്കുന്ന നിനക്ക് ഈ വചനം ആശ്വാസത്തിന്റെ കാറ്റയക്കട്ടെ. ആമേൻ. ആമേൻ.